ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഈസി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 4 വലിയ സൈസ് തക്കാളി, ഒരു 3-4 പച്ചമുളക്, ഉലുവ, പുളി, വെളിച്ചെണ്ണ, പിന്നെ വെളുത്തുള്ളി. ഇത്രയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ചൂര മീൻ വെച്ചിട്ടാണ് പുളിമുളക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഈ തക്കാളിയും പച്ചമുളകും നല്ലോണം കഴുകിയിട്ട് തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. പിന്നെ മീനും നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ച് അത് ചൂടാവുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടിട്ട് അതൊന്ന് പൊട്ടുമ്പോൾ ഞങ്ങൾക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഈ ചെറുങ്ങനെ കട്ട് ചെയ്ത തക്കാളിയും പച്ചമുളകും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അത് നല്ലോണം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ പച്ചമുളക് 3-4 ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുളകും പൊടി ലേശം കുറച്ചിട്ടാണ് ഇടാൻ പോകുന്നത്. മുളകും പൊടി ഒരു 1/4 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി. നിങ്ങൾ മുളക് പൊടി എങ്ങനെയാണോ എരിവ് അതിനനുസരിച്ചിട്ടിട്ടാൽ മതി. അതിലേക്ക് പിന്നെ ഒരു 1/2 കപ്പ് പുളി. എന്താണെന്ന് വെച്ചാൽ തക്കാളിയിലും പുളി ഉണ്ടാവും, അതുകൊണ്ടാണ് പുളി കുറച്ച് ആഡ് ചെയ്യുന്നത്. 1/2 കപ്പ് പുളിയും ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാം. ഒരു തിളച്ച് വരുമ്പോഴത്തേക്കും മീനിട്ട് കൊടുക്കാം. മീനിട്ടിട്ട് ഒരു 2 തിളച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിമുളക് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.